ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. ഇന്നിതാ രാവിലെ തന്നെ ഞാൻ ചായ കുടിച്ചിരിക്കുന്നുണ്ട് കേട്ടോ. എന്നും അങ്ങനെ തന്നെയാണ്. ഒരു ചായ കുടിച്ചാൽ രാവിലെ എന്താ പറയുക ഉഷാറാവുള്ളൂ. ആ ദിവസം നന്നായിരിക്കണമെങ്കിൽ നല്ലൊരു ചായ കുടിക്കണം കേട്ടോ. ഒന്നാമത് കുട്ടികളുള്ളത് കൊണ്ട് നമ്മുടെ ഓരോ ദിവസവും വ്യത്യസ്തമായിരിക്കും അല്ലേ. ഒരു സെയിം റൂട്ടീൻ ഫോളോ ചെയ്യാൻ പറ്റില്ല. ചില ദിവസം പണി നേരത്തെ കഴിയും, ചില ദിവസം എത്ര ചെയ്താലും പണി കഴിയില്ല. അങ്ങനെയായിരിക്കും അല്ലേ. പക്ഷെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. കുഞ്ഞുങ്ങൾ വലുതാവണ വരെ അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. എന്നാലും ആ ലൈഫ് ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട്. അതൊരു വേറെ വശം. അപ്പോൾ ഇന്ന് മാളൂട്ടിക്ക് വയ്യ, അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. മാളൂട്ടിക്ക് പനി ആയതുകൊണ്ട് ഇന്ന് കുറച്ച് പണികളൊക്കെ എൻ്റെ ലേറ്റായിട്ടോ. രാത്രി ഉറങ്ങാൻ വൈകി, അപ്പോൾ നേരം വെളുക്കുമ്പോൾ അതുപോലെ എണീക്കാൻ വൈകി. അപ്പോൾ നമ്മൾ കറിയൊന്നും സ്പെഷ്യലായിട്ട് ഉണ്ടാക്കണില്ല കേട്ടോ. ഞാൻ വേഗം വന്ന് കലണ്ടറിൽ എഴുതി വെക്കണം. എന്താണെന്നറിയോ, എനിക്ക് ആകെ ഒരു ഉത്തരവാദിത്തം അയൽക്കൂട്ടത്തിലുള്ള ലോണാണ്. അപ്പോൾ അത് ഞാൻ മറക്കാതെ വാങ്ങി വയ്ക്കാൻ വേണ്ടി കലണ്ടറിൽ എഴുതി വെക്കണം കേട്ടോ. ഞാൻ എന്നും മറക്കും. അവരെന്നെ ഓർമ്മിപ്പിക്കുമ്പോഴേ എനിക്ക് ഓർമ്മയുണ്ടാവുള്ളൂ, അയ്യോ കൊടുക്കേണ്ട ദിവസമാണല്ലോ എന്നുള്ളത്. അപ്പോൾ ഞാൻ ഇനി മറക്കരുത് എന്ന് വിചാരിച്ച് ഞാൻ കലണ്ടറിൽ അടയാളപ്പെടുത്തി വെക്കുകയാണ് കേട്ടോ. എന്താ വെച്ചാൽ ഒരു ദിവസം ഒരു 10 പ്രാവശ്യമെങ്കിലും ഞാൻ കലണ്ടർ നോക്കാറുണ്ട്. പിന്നെ അതുപോലെ ഞാൻ വെള്ളപ്പയർ ഉപ്പേരിയൊക്കെ വെച്ച് കഴിഞ്ഞു കേട്ടോ. ചെറിയ ചാറ് പോലെ വെച്ചു. അപ്പോൾ ചോറുണ്ണുമ്പോൾ ഞങ്ങൾക്ക് ഒഴിച്ച് കഴിക്കാമല്ലോ. പിന്നെ മാളൂട്ടിക്ക് കഞ്ഞിയാണ് കൊടുക്കുന്നത്. അപ്പോൾ ചോറും കറിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും മാളൂട്ടി എണീറ്റു. അപ്പോൾ ഞാൻ പോയി നോക്കുന്നുണ്ട്, പനി കുറച്ച് കുറവുണ്ട്. ഇന്നലെ രാത്രി ഹോസ്പിറ്റലിൽ പോയി വന്നതാണ് കേട്ടോ. അതുപോലെ ഛർദ്ദിക്കുന്നുണ്ട് വേണ്ടി കട്ടിലിൻ്റെ അടിയിൽ ഞാനൊരു പാത്രം വെച്ചിട്ടുണ്ട് കേട്ടോ. ഛർദ്ദിക്കണം പറഞ്ഞാൽ പെട്ടെന്ന് എടുത്ത് കൊടുക്കാമല്ലോ വെച്ചിട്ട്, ഒരു പഴയ പാത്രം. അതാണ് നിങ്ങൾ അടിയിൽ ആരൊക്കെ ശ്രദ്ധിച്ചു എന്നറിയില്ല. എന്നിട്ട് വേഗം ബെഡൊക്കെ വിരിച്ച് വൃത്തിയാക്കിയിട്ടു കേട്ടോ. എന്താ വെച്ചാൽ ആൾക്ക് വയ്യെങ്കിൽ കുറച്ച് നേരം കിടക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു, അതും കഴുകി. ഞാൻ ഫസ്റ്റ് പറയാൻ വന്നൊരു കാര്യം, നിങ്ങൾ കലണ്ടർ ശ്രദ്ധിച്ചോ, ജനുവരി തന്നെയാണ്, ഫെബ്രുവരിക്ക് മാറ്റിയിട്ടില്ല കേട്ടോ. എന്നിട്ട് ഞാൻ വലിയ കാര്യത്തിൽ അടയാളപ്പെടുത്തി വെച്ചത്. മാസമൊന്നും നോക്കില്ല, ദിവസം മാത്രം നോക്കുകയുള്ളൂ കേട്ടോ. പിന്നെ അതിന് ശേഷം ഞാൻ എടുത്ത് മാറ്റി വെച്ചു കേട്ടോ. കലണ്ടർ കറക്റ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ പാത്രങ്ങളൊക്കെ ഒരുവിധമൊക്കെ കഴുകി, പിന്നെ അതൊക്കെ തുടച്ച് വൃത്തിയാക്കി വെച്ചു കേട്ടോ. പിന്നെ കുറച്ച് പാത്രം കഴുകണത് അവളെ സ്കൂളിൽ വിട്ട് വന്നിട്ട് കഴുകാൻ പറഞ്ഞ് വെച്ചതാണേ. അപ്പോൾ അവളെ സ്കൂളിൽ വിട്ടിട്ട് വന്ന്, വലിയ ആളെ കേട്ടോ, സ്കൂളിൽ വിട്ട് വരുമ്പോൾ അച്ചാർ വേണം പറഞ്ഞിട്ട് അതൊക്കെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. വീട്ടിലേക്ക് വന്നത് ആദ്യം വേഗം വാതിലൊക്കെ അടച്ച് വെക്കുക, അല്ല വെച്ചാൽ കുഞ്ഞൂസ് പിന്നാലെ വരും. അപ്പോൾ എപ്പോഴാണ് പുറത്ത് ചാടുക എന്നറിയില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോൾ വേഗം തുണികളൊക്കെ ഒന്ന് തോരയിടാൻ വിചാരിച്ചേ. തുണികളും തോരയിട്ട് കഴിഞ്ഞാൽ പിന്നെ പുറത്തേക്ക് അധികം ഇറങ്ങേണ്ട ആവശ്യമില്ലല്ലോ. ഞാൻ വൈകുന്നേരം തിരുമ്പി വയ്ക്കും, രാവിലെ നേരത്തെ തോരയിടും, അങ്ങനെ ചെയ്യാറ് കേട്ടോ. അപ്പോൾ തുണികൾ 2 പുതപ്പുള്ളത് അവിടെ തോരയിട്ടു കേട്ടോ. അതിന് ശേഷം താഴേക്ക് ഇറങ്ങി വന്നേ. എൻ്റെ വീടിൻ്റെ പ്രത്യേകത ഇതാണ് കേട്ടോ ഗൈസ്, നിങ്ങൾ ആരും ഇതുവരെ കണ്ടിട്ടുണ്ടാവില്ലല്ലോ. അപ്പോൾ എൻ്റെ വീട്ടിൽ എല്ലാവരും ടെറസിൻ്റെ മുകളിൽ തുണി തോരയിടുമ്പോൾ ഞാൻ അണ്ടർഗ്രൗണ്ടിലാണ് തോരയിടാറുള്ളത് കേട്ടോ. ഇതാണ് ഞങ്ങളുടെ അണ്ടർഗ്രൗണ്ട് കേട്ടോ. വേസ്റ്റ് സാധനങ്ങൾ മാത്രം സൂക്ഷിക്കുന്ന സ്ഥലമാണ്, വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല കേട്ടോ. അപ്പോൾ ഇനി വേറെ കുറേ പണികളുണ്ട്. ബാക്കി വിശേഷം പിന്നെ ആവാം. ടാറ്റ ബൈ ബൈ.